പിണറായി വിജയൻ പ്രസംഗിക്കുന്നതിനിടയിൽ മൈക്ക് ഒടിഞ്ഞു വീണു. കോട്ടയത്ത് തിരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസാരിച്ചു കൊണ്ടിരുന്ന മൈക്ക് ഒടിഞ്ഞ് താഴെ വീണത്. മുഖ്യമന്ത്രി പിണറായി വിജയനും മൈക്ക് സെറ്റും തമ്മിലുള്ള കെമിസ്ട്രി ഇതിനു മുൻപും പലതവണ ചർച്ചയായിട്ടുള്ളതാണ്. മൈക്ക് പണിമുടക്കിയപ്പോൾ മുഖ്യമന്ത്രി കലിപ്പിലായ സംഭവങ്ങളും പലതവണ നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ ഇക്കുറി കോട്ടയത്ത് തിരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടെ മൈക്ക് പണിമുടക്കിയിട്ടും വളരെ സൗമ്യനായാണ് മുഖ്യമന്ത്രി പ്രതികരിച്ചത്. ഒരേ വേദിയിൽ 2 തവണയാണ് മൈക്ക് പണിമുടക്കിയത്. ആദ്യം മൈക്ക് ഒടിഞ്ഞു വീഴുകയും പിന്നാലെ മൈക്ക് സെറ്റിൽ നിന്നും പുക ഉയരുകയും ചെയ്തു. 2 സംഭവങ്ങളിലും മുഖ്യമന്ത്രി പ്രകോപിതനായില്ല എന്നതാണ് ഈ സംഭവത്തിന്റെ പ്രത്യേകത. ഇതിനു മുൻപ് മുഖ്യന്റെ സംസാരം തടസ്സപ്പെടുത്തിയ മൈക്ക് സെറ്റിനെതിരെ കേസെടുത്ത സംഭവം പോലും ഉണ്ടായിട്ടുണ്ട്. ഉമ്മൻചാണ്ടി അനുസ്മരണത്തിന് മൈക്ക് തകരാറിലായതിനായിരുന്നു പോലീസ് കേസെടുത്തത്. പ്രതി ആര് എന്ന് വ്യക്തമാക്കാതെ ആരും പരാതി നൽകാതെ തന്നെ പോലീസ് സ്വമേധയാ മൈക്ക് സെറ്റിനെതിരെ കേസെടുക്കുകയായിരുന്നു. മുഖ്യമന്ത്രി അനുശോചന പ്രസംഗത്തിനായി ഉപയോഗിച്ചിരുന്ന മൈക്കിൽ ഹൗളിംഗ് വരുത്തി പ്രസംഗത്തിന് തടസ്സം വരുത്തി അത് പൊതുസുരക്ഷയെ ബാധിക്കത്തക്ക വിധത്തിൽ പ്രവർത്തിപ്പിച്ച് പ്രതി കേരള പോലീസ് ആക്ട് 2011 118 ഈ വകുപ്പ് പ്രകാരമുള്ള കുറ്റം ചെയ്തിരിക്കുന്നുവെന്നും എഫ്ഐആറിൽ പറഞ്ഞിരുന്നു. ബോധപൂർവം പൊതുസുരക്ഷയെ ബാധിക്കുന്ന വിധം പ്രവർത്തിക്കുന്നതിനാണ് 118 ഈ വകുപ്പ് ചുമത്തുന്നത്. മുൻപും പല വേദികളിലും മുഖ്യമന്ത്രി പ്രസംഗിച്ചപ്പോൾ മൈക്ക് തകരാറിലായിട്ടുണ്ട് എന്നും എന്നാൽ പൊതുജന സുരക്ഷയെ ബാധിക്കുന്ന പ്രശ്നമായതിനാൽ കേസ് എടുത്തിട്ടില്ല. മൈക്ക് കേടായതിന് കേസെടുത്ത നടപടിയിൽ പരിഹാസവും പ്രതിഷേധവുമായി കോൺഗ്രസ് നേതാക്കളടക്കം രംഗത്തെത്തിയിരുന്നു. സാങ്കേതിക പ്രശ്നത്തിന് പോലീസ് സ്വമേധയാ കേസെടുത്തത് ശരിയായില്ല എന്നാണ് കോൺഗ്രസിന്റെ പക്ഷം. മുഖ്യമന്ത്രി പ്രസംഗിക്കാൻ എഴുന്നേറ്റപ്പോൾ ഉമ്മൻചാണ്ടിക്ക് മുദ്രാവാക്യം വിളിച്ചത് അനാദരവായി കാണേണ്ടതില്ല എന്നും കോൺഗ്രസ് നേതാക്കൾ പ്രതികരിച്ചിരുന്നു. മൈക്കിനെ അറസ്റ്റ് ചെയ്യണമെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ ഫേസ്ബുക്കിൽ കുറിച്ചു. അതേസമയം മുദ്രാവാക്യം വിളിയും മൈക്ക് കേടായതും ആസൂത്രിതമായുള്ള നീക്കത്തിന്റെ ഭാഗമാണ് എന്ന് എതിർവാദങ്ങളും ഉയർന്നിരുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രസംഗിക്കുന്നതിനിടെ ഹൗളിംഗ് ഉണ്ടായത് മനഃപൂർവ്വമല്ല എന്ന് മൈക്കുടമ രഞ്ജിത്തും അന്ന് വിശദീകരിക്കുകയുണ്ടായി. വലിയ തിരക്കിൽ ബാഗ് തട്ടിയതിനെ തുടർന്നാണ് തകരാർ സംഭവിച്ചത്. ഇതിത്ര വലിയ പ്രശ്നമാകുമെന്ന് കരുതിയില്ല എന്നും രഞ്ജിത്ത് പറഞ്ഞു. കെ സുധാകരൻ പ്രസംഗിച്ച് അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴേക്കും മുഖ്യമന്ത്രി പ്രസംഗിക്കാനായി എത്തി. അപ്പോഴേക്കും ചാനലുകാരും ഫോട്ടോഗ്രാഫർമാരും ഇടിച്ചു കയറി. ആ സമയത്ത് ഒരു ക്യാമറാമാന്റെ ബാഗ് കൺസോളിലോട്ട് വീണു. അങ്ങനെ അതിന്റെ ശബ്ദം ഫുള്ളായപ്പോഴാണ് ഹൗളിംഗ് സംഭവിച്ചത്. 10 സെക്കൻഡിൽ പ്രശ്നം പരിഹരിച്ചുവെന്നും രഞ്ജിത്ത് പറഞ്ഞു. ആ സമയത്ത് മൈക്ക് ഓപ്പറേറ്റർ ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ഇന്നലെ കന്റോൺമെന്റ് CI വിളിച്ചു വരുത്തി മൊഴിയെടുത്തു. അതിനുപയോഗിച്ച മൈക്കും മറ്റു ഉപകരണങ്ങളും പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഹൗളിംഗ് ഇത്ര വലിയ പ്രശ്നമാണെന്ന് അറിയില്ലായിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, മൻമോഹൻ സിംഗ്, രാഹുൽ ഗാന്ധിയുടെ അടക്കം പരിപാടികളിലും ഞാൻ മൈക്ക് നൽകിയിട്ടുണ്ട് എന്നും രഞ്ജിത്ത് പറഞ്ഞിരുന്നു. ഇപ്പോഴിതാ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി കോട്ടയത്ത് ഇടതുമുന്നണിയുടെ പ്രചരണ യോഗത്തിൽ മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തിനിടെയാണ് മൈക്ക് വീണ്ടും പണിമുടക്കിയത്. മൈക്ക് ഒടിഞ്ഞതും മൈക്ക് സെറ്റിൽ നിന്ന് പുക ഉയർന്നതും വീണ്ടും ചർച്ചയായി. വേദിക്ക് താഴെ സദസ്സിൽ സ്ഥാപിച്ചിരുന്ന മൈക്ക് സെറ്റിൽ നിന്നാണ് പുക ഉയർന്നത്. പുക കണ്ട് സദസ്സിലുണ്ടായിരുന്ന ജനം പരിഭ്രാന്തരായി. എന്നാൽ പ്രശ്നം വേഗത്തിൽ തന്നെ പരിഹരിച്ചു. സംഭവത്തിൽ മുഖ്യമന്ത്രി പ്രകോപിതനായതുമില്ല. പ്രസംഗം തുടർന്ന മുഖ്യമന്ത്രി മസാല ബോണ്ട് കേസിലെ അന്വേഷണത്തിൽ EDയെ വിമർശിച്ചു. റിസർവ് ബാങ്ക് അനുമതിയോടെയാണ് മസാല ബോണ്ട് ഇറക്കിയത് എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ലണ്ടനിൽ നിന്ന് മസാല ബോണ്ട് എടുക്കാനായത് കേരളത്തിന്റെ യശസ്സാണ് കാണിക്കുന്നത്. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക തെളിവാണിത്. ഇതിലാണ് കിഫ്ബിയെയും അന്നത്തെ ധനമന്ത്രിയെയും കുടുക്കാൻ ശ്രമിക്കുന്നത്. ED നീക്കത്തെ നിയമപരമായി നേരിടും. എന്താണ് ഈ വിഷയത്തിൽ കോൺഗ്രസിന്റെ നിലപാട് എന്നും അദ്ദേഹം ചോദിച്ചു. നേരത്തെ ഇതേ വേദിയിൽ മുഖ്യമന്ത്രി പ്രസംഗം തുടങ്ങിയ ശേഷം മൈക്ക് ഒടിഞ്ഞു വീണിരുന്നു. ഇതേ തുടർന്നും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രസംഗം തടസ്സപ്പെട്ടു. കോട്ടയം ലോക്സഭാ മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥിയായ തോമസ് ചാഴിക്കാടന്റെ വിജയത്തിനായി തലയോലപ്പറമ്പിൽ സംഘടിപ്പിച്ച ഇടതുമുന്നണിയുടെ പ്രചരണ പരിപാടിക്കിടെയായിരുന്നു സംഭവം. മുഖ്യമന്ത്രി പ്രസംഗിക്കുന്നതിനിടെ മൈക്ക് ഒടിഞ്ഞു വീണുവെങ്കിലും മുഖ്യമന്ത്രി ഒട്ടും തന്നെ പ്രകോപിതനായില്ല. പിന്നീട് മുഖ്യമന്ത്രി ഇരിപ്പിടത്തിലേക്ക് മടങ്ങി.
തുടർന്ന് സ്റ്റേജിലുണ്ടായിരുന്നവരാണ് ഓപ്പറേറ്ററുടെ സഹായത്തോടെ മൈക്ക് ശരിയാക്കിയത്. 5 മിനിറ്റോളം കാത്തുനിന്ന മുഖ്യമന്ത്രി മൈക്ക് നന്നാക്കിയ ശേഷം തന്റെ പ്രസംഗം തുടരുകയായിരുന്നു. ഇതിനുശേഷമാണ് മൈക്ക് സെറ്റിൽ നിന്നും പുക ഉയർന്നത്. സഖാക്കളെ, സഹോദരി സഹോദരന്മാരെ, നമ്മുടെ ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ പ്രാധാന്യം എല്ലാവർക്കും നല്ല നിലക്ക് ബോധ്യമുള്ള കാര്യമാണ്. അതാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. നമ്മുടെ